ചേച്ചി വേറെ എടുക്ക്. വേറെ നോക്കാം. ഇഷ്ടമുള്ളത് ഏതാന്ന് നോക്കി. പോരാ. ഇതെങ്ങനെയുണ്ട്? ഇത് അത്ര അത് കൊള്ളാം. അതുപോലെ ആ പാചകക്കാരന്റെ കാര്യം ഒന്നുകൂടി പറഞ്ഞു ഉറപ്പിച്ചോണം. ശരി. ഈ കളർ കൊള്ളില്ലല്ലേ? പോരാ. എന്തായി മോളെ, ഒന്നും എടുത്തില്ലേ? ബാലമാമ, ഞങ്ങക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടത് കിട്ടി. അമ്മായിക്ക് നന്നായി ചേരുന്നില്ലേ? ബാലമാമ തന്നെ ഒരു സാരി സെലക്ട് ചെയ്തെന്നാ മതി. ഞാനോ? സെലക്ഷൻ ഒന്നും എനിക്ക് പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോ സാരി വീതം സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് ഇഷ്ടപ്പെട്ടത് ചാരു ചേച്ചിയും വല്യേട്ടും കൂടി സെലക്ട് ചെയ്യട്ടെ. ഓക്കെ, ഡൺ. അപ്പോ തുടങ്ങാം. നിങ്ങളെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്ക്. അത് കൊടുക്കും. ഇത് ഞാൻ സെലക്ട് ചെയ്തത്. ഇത് എന്റെ സെലക്ഷൻ. നന്നായിട്ടുണ്ട്. വിലയൊന്നും നോക്കണ്ട കേട്ടോ. നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. വലിയ കുഴപ്പമില്ല. ഞാനെടുക്കടി. ഇത് കൊള്ളാം. ഇതെനിക്കിഷ്ടായി. ബാലമാമേ, ഇതെനിക്കിഷ്ടായി. നല്ല കളറാ മോളെ. അത് ആകാശേട്ടൻ സെലക്ട് ചെയ്ത സാരിയാ. എവിടെ? ഞാനതൊന്ന് നോക്കട്ടെ. ഇനി എടുത്തോണ്ടോ മോളെ? കൊണ്ടോ കൊണ്ടോ. കൊള്ളാല്ലേ? 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 തരുമോളെ, ഇനി എന്തെങ്കിലും വേണോ? വേണം ബാലമാമ. എന്താ വേണ്ടത്? ഒരു മുണ്ടും ഷർട്ടും ബാലമാമയ്ക്ക് കല്യാണത്തിനിടാൻ. അത് ഞാൻ വാങ്ങിക്കും. മോളുടെ ഇഷ്ടം. എടാ മോനെ വാക്കോട്ടോ. എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? ഓ, കള്ള് തികയുന്നില്ലടാ. ഷാപ്പിൽ ആരാധകർ തലകം വിലകം വന്നോണ്ടിരിക്കല്ലേ. ആണോ? എന്നാ പിന്നെ മറ്റേ ഇച്ചിരി മിക്സ് ചെയ്ത് ഇടാത്ത എന്ത്? എന്ത് സ്പിരിറ്റ്? ആ നെറുകയുടെ ശാന്തപ്പ കള്ളിനോട് കാണിക്കാനുണ്ട. കള്ളിനോടല്ല കാണിക്കുന്നേ, നാട്ടുകാരോട് കാണിക്കാലോ. അത് വേണ്ട. കള്ളെന്നും ശാന്തപ്പന് സന്തോഷം തന്നിട്ടുണ്ട്. ആ കള്ളിന് ചതിക്കാൻ ശാന്തപ്പന് പറ്റൂലടാ. ശരി, ചിറ്റപ്പന്റെ ഇഷ്ടം. 20 ലക്ഷം രൂപയുണ്ട്. എന്റെ പൊന്ന് ചിറ്റപ്പ, ആ പൈസ എത്ര ഉണ്ടെന്നോ എന്തിനാണെന്നോ വല്ലതും അറിയാവോ? അറിയാം. ഷാപ്പ് വികസനത്തിനല്ലേ. സത്യം പറഞ്ഞ ഞാനിത് പറയാനിരിക്കായിരുന്നു. നമ്മുടെ ഈ ഷാപ്പിലോട്ട് ഇങ്ങോട്ടുള്ള റോഡില്ലേടാ, അതാകെ മെറ്റലടങ്ങിയ ചള്ളയും കയറി കിടക്കാം. അത് ആ ജംഗ്ഷനിൽ നിന്ന് ഇതുവരെ നമുക്ക് ടാർ ചെയ്യണം. പിന്നെ അക്കരെ ഇക്കരെ വരെ കടത്തോളത്തിലാ വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു പാലം അങ്ങോട്ട് അടിച്ചാലേ ഈ ഫോറിനേഴ്സ് സായിപ്പും മദാമയ്ക്കും ഒക്കെ നടന്നു വന്ന് കള്ളടിച്ചിട്ട് പോവാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ കിടക്കണ കായലേ വെറുതെ ഇടണ്ട. നമുക്കൊരു ചെമ്മീനും കരിമീനും വരാലും ഒക്കെ കൂടെ കൃഷി ചെയ്യാം. കുറച്ച് ചൂരയും കൂടെ ചൂരയും കൂടെ കൃഷി ചെയ്യാം. കുഴപ്പമില്ല. എന്റെ പൊന്നി ഇറ്റപ്പ, ഇത് അതിനുള്ള കാശല്ല. ഈ കാശേ
ചാരുവിന്റെ എന്റെയും കല്യാണത്തിന് ചാരു ഇടാനുള്ള സ്വർണം മേടിക്കാനുള്ള കാശാ. ഞാൻ സ്വർണം മേടിച്ചു കൊടുത്ത അവള് ഇടത്തില്ലടാ. ഇടിയിക്കണം. അത് ചിറ്റപ്പന്റെയും അപ്പച്ചിയുടെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായോ? അതിനെന്ത് ഇടിപ്പിക്കാം. പിന്നെ നാളെ തന്നെ അവളെയും കൂട്ടിക്കൊണ്ടുപോയി ഗോൾഡ് വാങ്ങണം. ഞങ്ങളെ വിളിച്ച അവള് വരത്തില്ലടാ. അവളെ കൊണ്ടുപോയി ഗോൾഡ് മേടിക്കേണ്ടത് ചിറ്റപ്പന്റെ അപ്പച്ചിയുടെ ഉത്തരവാദിത്വമാണ്. അതിനെന്താ അവളെ കൊണ്ടുപോയി സ്വർണം മേടിക്കാം കഴിയേ. പിന്നെ വാങ്ങിയ ഗോൾഡിന്റെ തൂക്കവും അതിന്റെ ബില്ലും കൃത്യമായിട്ട് എന്റെ കിട്ടണം. കാണിക്കോ ഒന്ന് പോടാ. പിന്നെ എനിക്ക് ആ സ്വർണത്തിലുള്ള കമ്മീഷൻ ഒന്നും വേണ്ട. അതിനെക്കാട്ടി ലക്ഷങ്ങൾ എനിക്ക് ഷാപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്തിരി പൊന്നിന്റെ കമ്മീഷൻ. അപ്പോ നാളെ തീരുമാനിച്ചല്ലോ? തീരുമാനിച്ചു. അവളെ കൊണ്ട് സ്വർണ്ണം എടുക്കാൻ പോവാ. പൈസ സൂക്ഷിച്ചു. മനസ്സിലായല്ലോ? ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോ. ഓക്കെ, നാളെ. $20 ലക്ഷം. എന്നാലും നീ വലിയൊരു ടാസ്ക് തന്നത്. റോഡിൽ മാല പൊട്ടിക്കാൻ നടക്കുന്ന പോലൊരു കേസല്ല മോനെ ആകാശ് ചെയ്ത്. പിന്നെ ഇവൻ ഇത്തിരി മുന്തിയനോ? അല്ല, അവന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ? കിട്ടില്ല. അതുപോലെ അവന്റെ മൂവ്മെന്റ്. എന്ന് വെച്ചാ പറയാം. എടാ, അവന്റെ പേര് ബാങ്ക് അക്കൗണ്ട് ഇല്ല, പ്രോപ്പർട്ടി ഇല്ല, എന്തിന് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ല. ആണോ? അതേടാ, അവൻ ആകെയുള്ളത് ഒരു ഫോൺ നമ്പർ മാത്രം. തോട്ടുങ്ങൽ ഫൈനാൻസ് എന്നാ അവന്റെ ഡീലിംഗ്സ് ഇറങ്ങുന്ന കമ്പനിയുടെ പേര്. അതിന്റെ ഓണർ ഒരു നിബിൻ നാരായണൻ. ഈ ഫൈനാൻസ് കമ്പനിയാ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാ ഈ കമ്പനിയെ നിയന്ത്രിക്കുന്നത് ഭുവൻ ജയ്സ്വാള. ഭുവൻ ജയ്സ്വാളോ? അതാരാ? എടാ, ബാബുക്കുട്ടനെ ബോംബെയിൽ അറിയപ്പെടുന്നത് ഭുവൻ ജയ്സ്വാൾ എന്നാ. ആണോ? എടാ, ഇങ്ങനെയുള്ളവർക്ക് പേരിനാണോ പഞ്ഞം? അല്ല, ഇത്രയും ഡീറ്റെയിൽസ് നീ എങ്ങനെ കളക്ട് ചെയ്തു? എടാ, ഞാനും അവനുമായി ഒരു പ്രോപ്പർട്ടി ഡീല് നടത്തി. പ്രോപ്പർട്ടിയോ? അതേത് പ്രോപ്പർട്ടി? അതെ, ഇല്ലാത്ത പ്രോപ്പർട്ടിയുടെ ഡീല്. സഞ്ജന ചാരുവിന്റെ വീട്ടിൽ കയറി ഇറങ്ങുക. ചില ദിവസങ്ങളില് അവൾ അവിടെയാണ് സ്റ്റേ. അതെനിക്കറിയാം. അവളിനി ബാബുക്കുടന്റെ ആരെങ്കിലും ആണോ? ഇങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് തപ്പിപ്പോയാ ഈ ഭൂമിയിൽ അവർ ജനിച്ചതിന് തെളിവാണില്ല. ഈശ്വര, കല്യാണം അടുക്കുംതോറും ടെൻഷനാണല്ലോ. നീ പേടിക്കണ്ട. ബാബുക്കുട്ടനെ സഞ്ജനയുടെയും പുറകിൽ ഒരു നിഴലായി ഞാൻ ഉണ്ടാവും.